എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ ടെൻറ്ററ്റീവ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചു. ടെൻറ്ററ്റീവ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ അലോട്ട്മെൻറ്റും എപ്പോൾ പ്രസിദ്ധീകരിക്കും, ട്രയൽ അലോട്ട്മെൻറ്റ് എപ്പോഴാണ് എന്നിങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസാണ് ടെൻറ്ററ്റീവ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂളിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലെ ഡൗൺലോഡ്സ് എന്നുള്ള ഭാഗത്ത് ടെൻറ്ററ്റീവ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഇൻഡെക്സ് പേജിൽ നിന്നും ആ ഒരു ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഷെഡ്യൂൾ പ്രകാരം പറഞ്ഞിട്ടുള്ളത്, അതായത് ഈ ഒരു INCയുടെ കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് 30/9/2024 അതായത് ഒരു 30/9/2024 അഡ്മിഷൻ നടത്തണം എന്നുള്ളതാണ് നിലവിൽ INCയുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പ്രകാരം ആ ഒരു ഡേറ്റ് കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ ഷെഡ്യൂൾ വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു സെപ്റ്റംബർ 30 അഡ്മിഷൻ നടത്തണം എന്നുള്ള രീതിയിലാണ് നിലവിൽ ആ ഒരു INCയുടെ, അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ഡേറ്റ് നൽകിയിട്ടുള്ളത്, കട്ട് ഓഫ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് 16-ാം തീയതിയാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ മോഡിഫിക്കേഷൻ, റീ അറേഞ്ച്മെൻറ്റ് എന്നിവ 18-ാം തീയതിയാണ്. അതായത് ഓഗസ്റ്റ് 18-ാം തീയതി രാവിലെ 10 മണി വരെയാണ്. അതായത് 16-ാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 18-ാം തീയതി രാവിലെ 10 മണി വരെ പുതുതായിട്ട് ഓപ്ഷൻ നൽകാനും അതുപോലെ മോഡിഫിക്കേഷൻ ചെയ്യാനും അതുപോലെ ഓപ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനും, അതായത് റീ അറേഞ്ച് ചെയ്ത് കൊടുക്കാനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്നത് ഈ ഒരു ഓഗസ്റ്റ് 19-ാം തീയതിയും അതിനുശേഷം അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ 23,170 രൂപയും, സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് 25,000 രൂപയും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു, അതായത് SC ST OEC വിഭാഗത്തിൽ ഫീസ് ആനുകൂല്യമുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ 1000 രൂപയുമാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റായിട്ട് അടക്കേണ്ടത്. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുന്നതല്ല. പിന്നീട് സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ മാത്രമേ പങ്കെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ ആ ഒരു ഘട്ടത്തിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നത് വളരെയധികം സിമ്പിളായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് ഉണ്ട്. ജസ്റ്റ് പ്രൊഫൈലിലെ 3 ലൈൻസിൽ സൈഡിലായിട്ട് 3 ലൈൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ളത്, എത്ര രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാവിധ വിവരങ്ങളും നിങ്ങൾക്ക് അതിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അത് പ്രകാരം വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് 24-ാം തീയതിയും അതിൻ്റെ ഫീ പേയ്മെൻറ്റും അതുപോലെ തന്നെ ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു 24 മുതൽ 29-ാം തീയതി വരെയാണ്. അതിനുശേഷം പബ്ലിക്കേഷൻ ഓഫ് തേർഡ് അലോട്ട്മെൻറ്റ്, ആ തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഓഗസ്റ്റ് 31-ാം തീയതിയും ഫീ പേയ്മെൻറ്റ് നടത്തുന്നത് 31 മുതൽ ഈ ഒരു 3-ാം തീയതി വരെയും. അതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ 31 മുതൽ 6-ാം തീയതിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്പോട്ട് അലോട്ട്മെൻറ്റ്സ് ഫോർ SC ST വിൽ ബി കണ്ടക്റ്റഡ് ആഫ്റ്റർ ദ വേക്കൻസി റിപ്പോർട്ടഡ് ഫ്രം ദ കോളേജ്. അതായത് അതിനുശേഷം SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പോട്ട് അഡ്മിഷൻ നടത്തപ്പെടുന്നതും ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.